ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2023-24 വർഷത്തിലെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ ക്ലാസ് 6 മാത്തമാറ്റിക്സ്, അതായത് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, 6ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1. എ റെക്ടാങ്കുലർ സോപ്പ് ഹാസ് ലെങ്ത് 10 cm, ബ്രെഡ്ത്ത് 5 cm ആൻഡ് ഹൈറ്റ് 2 cm. എന്താണ്? ഒരു റെക്ടാങ്കിൾ സോപ്പിൻ്റെ ലെങ്ത് 10 cm, ബ്രെഡ്ത്ത് 5 cm, ഹൈറ്റ് 2 cm ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സോപ്പ്? സോപ്പിൻ്റെ വോളിയം എത്രയായിരിക്കും? എന്താണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ? L/B/H ആണ്. അതായത് 10 × 5 × 2 സമം എത്ര കിട്ടും? 100 ക്യൂബിക് സെൻറ്റിമീറ്റർ, 100 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ സെയിം കൈൻഡ് ഓഫ് സോപ്സ് ആർ സ്റ്റാക്ക്ഡ് ഇൻ എ റെക്ടാങ്കുലർ ബോക്സ് ഓഫ് ലെങ്ത് 40 cm, breadth 20 cm and height 10 cm. Find the maximum number of soap that can be stacked in a rectangular box. ഈ സെയിം വലിപ്പമുള്ള, അതായത് 10 cm അതുപോലെ തന്നെ 5 cm ബ്രെഡ്ത്തും 2 cm ഹൈറ്റുള്ള സോപ്പ് തന്നെ ഒരു റെക്ടാങ്കുലർ ബോക്സ്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 40 cm, ബ്രെഡ്ത്ത് 20 cm, ഹൈറ്റ് 10 cm ആണെങ്കിൽ അങ്ങനത്തെ ബോക്സിൽ ഈ സോപ്പ് എത്ര എണ്ണം വെക്കാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം നമ്മൾ 40 × 20 × 10, അതായത് അതിൻ്റെ ആ റെക്ടാങ്കുലർ ബോക്സിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. അപ്പോൾ റെക്ടാങ്കുലർ ബോക്സിൻ്റെ വോളിയം കണ്ടുപിടിച്ച് നമുക്ക് 40 × 10 × 20 സമം 8000 എന്ന് കിട്ടും. 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് സോപ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് സോപ്പ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയ റെക്ടാങ്കുലർ ബോക്സിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ സോപ്പിൻ്റെ വോളിയം, അതായത് 8000/100 ഈസ് ഈക്വൽ ടു 80. അപ്പോൾ 80 സോപ്പുകൾ ആ ബോക്സിൽ അടക്കാൻ വേണ്ടി പറ്റും. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് വോളിയം 20 ക്യൂബിക് സെൻറ്റിമീറ്റർ? അപ്പോൾ ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം 20 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ് ഇതിൻ്റെ ഹൈറ്റും ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലാത്തതാണ് നോക്കേണ്ടത്. അപ്പോൾ അത് ഏതാണ്? ഓപ്ഷൻ C 5 cm, 3 cm and 2 cm. അപ്പോൾ 5 × 3 × 2 ചെയ്താൽ നമുക്ക് 20 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടില്ല. ബാക്കി എല്ലാതും ചെയ്താൽ നമുക്ക് 20 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. അപ്പോൾ ഓഡ് വൺ ഏതാണ്? മൂന്നാമത്തെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. ദെൻ അടുത്ത ആക്ടിവിറ്റി 2. ദ വെയ്റ്റ്സ് ഓഫ് 4 children in class 6 ആർ ഗിവൺ ബിലോ. അപ്പോൾ എന്താണ്? 6ാം ക്ലാസ്സിലത്തെ കുറച്ച് കുട്ടികളുടെ വെയ്റ്റ്സ് തന്നിട്ടുണ്ട്. അമൽ, സിനാൻ, ജോണി, ഷഹാം. ഇനി ഇതിൽ വിച്ച് ചൈൽഡ് ഹാസ് മോർ വെയ്റ്റ്? അപ്പോൾ ഇതിൽ കൂടുതൽ വെയ്റ്റ് ആർക്കാണ്? അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ 29 ആണ്, 29.84, അതുപോലെ തന്നെ 29.675. അപ്പോൾ ഇതിൽ വലുതെന്ന് പറയുന്നത് 29.84 ആണ്. അപ്പോൾ അത് ആരുടെ വെയ്റ്റ് ആണ്? സിനാൻ്റെ. ഈ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ജോണീസ് വെയ്റ്റ് ഇൻ ഫ്രാക്ഷണൽ ഫോം? അപ്പോൾ ജോണിയുടെ വെയ്റ്റ് 24.90 ആണ്. അപ്പോൾ ഇതിൽ ഏത് ഫ്രാക്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ ബി 24/9/10 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത അതിൽ സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് വെയ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഹാവിങ് മോർ വെയ്റ്റ് ആൻഡ് ലെസ് വെയ്റ്റ്? അപ്പോൾ ഏറ്റവും കൂടുതൽ വെയ്റ്റിൽ നിന്ന് ഏറ്റവും കുറവ് വെയ്റ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ 29.84 മൈനസ് ഏറ്റവും ചെറിയ വെയ്റ്റ് 24.160 ആണ്. അത് മൈനസ് ചെയ്ത് നമുക്ക് 5.68 എന്ന് കിട്ടും. വാട്ട് ഈസ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് അമൽ ആൻഡ് സിനാൻ? അമലിൻ്റെയും സിനാൻ്റെയും ആവറേജ് വെയ്റ്റ് എത്രയാണ്? അപ്പോൾ അമലിൻ്റെയും സിനാൻ്റെയും വെയ്റ്റ് ആഡ് ചെയ്ത് നമുക്ക് 54 എന്ന് കിട്ടും. 54 എന്നിട്ട് അതിൻ്റെ ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് ആവറേജ് ആയിട്ടുള്ള 27 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 3 ആണ്. ദെൻ ആക്ടിവിറ്റി 3 നോക്കി നോക്കാം. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ബി എ ക്യൂബിക്കൽ വെസൽ ഓഫ് സൈഡ് 10 cm കണ്ടെങ്കിൽ? അപ്പോൾ ഒരു ക്യൂബിൻ്റെ ഒരു സൈഡ് 10 cm ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിൽ എത്ര വെള്ളം കൊള്ളും? അപ്പോൾ ഒരു സൈഡ് 10 ആണെങ്കിൽ ക്യൂബ് ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡും 10 ആയിരിക്കും. അപ്പോൾ ലെങ്ത്തിൻ്റെയോ ബ്രെഡ്ത്തിൻ്റെയോ ഹൈറ്റ് ചെയ്ത് നമുക്ക് വോളിയം കിട്ടും. അപ്പോൾ വോളിയം കിട്ടിയാൽ അത്രയും എമൗണ്ട് ഓഫ് വാട്ടറാണ് അതിൽ കണ്ടെയ്ൻ ചെയ്യുക. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ 10 ×
10 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. 1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലിറ്റർ ആണ്. അപ്പോൾ അതിൽ 1 ലിറ്റർ വെള്ളം കൊള്ളും. ഈ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ റെക്ടാങ്കുലർ വെസൽ ഓഫ് ലെങ്ത് 40 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 30 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ കണ്ടെയ്ൻ. അപ്പോൾ ഒരു റെക്ടാങ്കുലർ വെസലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററും ആണെങ്കിൽ അതിൽ എത്ര വെള്ളം കൊള്ളും? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. വോളിയം എന്ന് പറഞ്ഞാൽ L/B/H ആണ്. അതായത് 40 × 30 × 20 സമം ചെയ്ത് നോക്കിയാൽ നമുക്ക് 24,000 എന്ന് കിട്ടും. 24,000 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 24,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ലിറ്റർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ടാങ്ക് ഓഫ് ലെങ്ത് 2 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 1 മീറ്റർ കണ്ടെയ്ൻസ് 500 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഇൻ ദ ടാങ്ക്? എന്താണ്? ഈ ടാങ്ക് ഓഫ് ലെങ്ത് 2 മീറ്റർ. അപ്പോൾ ഒരു ടാങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്ററുമാണ്. അതിൽ 500 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? അതായത് L/B/H ഈസ് ഈക്വൽ ടു വോളിയം. L തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. അതായത് L/B/H. അതായത് L എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇത് നമ്മൾ 500 ലിറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ മീറ്ററിലുള്ളതൊക്കെ നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 200 × 100 × H ഈസ് ഈക്വൽ ടു 500 × 1000 എന്ന് കിട്ടും. അതായത് H ഈസ് ഈക്വൽ ടു ചെയ്ത് നോക്കിയാൽ നമുക്ക് 25 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 4. The length of iron rods to be cut to fix in a window are given below. 1.5 മീറ്റർ, നമ്പർ 8, 3/4 മീറ്റർ, 12, 1/4 മീറ്റർ, 12. How many meters of iron rod are required to cut 8 pieces of rod having length 1/2 meters each? അപ്പോൾ എത്രയാണ്? 1/2 × 8 ഈസ് ഈക്വൽ ടു 12 മീറ്റർ. ഈ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് എൻ അയൺ റോഡ് ഈസ് 6 മീറ്റർ. ഹൗ മെനി പീസസ് ഓഫ് റോഡ്സ് ഹാവിംഗ് ലെങ്ത് 3/4 meters ക്യാൻ ബി കട്ട് ഫ്രം ദിസ്? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? 6 / 3/4 ചെയ്താൽ നമുക്ക് 8 കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ 8 ആണ്. ഫൈൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ അയൺ റോഡ് റിക്വയർഡ് ടു ഫിക്സ് ദ വിൻഡോ. അപ്പോൾ ടോട്ടൽ എത്ര വേണം? അതായത് 12 × 3/4 ഈസ് ഈക്വൽ ടു 9 മീറ്റർ. അതുപോലെ തന്നെ 12 × 1/4 ഈസ് ഈക്വൽ ടു 3 മീറ്റർ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വേണം? 24. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 5. Then activity 5, 36 can be written as a product of prime numbers as 2 × 2 × 3 × 3. How many factors does 36 have? 36ന് അതുപോലെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് എത്ര ഫാക്ടേഴ്സ് കിട്ടും? 9 ഫാക്ടേഴ്സ് ഉണ്ട്. ഈ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഫാക്ടറൈസ് 432 ആൻഡ് റൈറ്റ് ഓൾ ഇറ്റ് ഫാക്ടേഴ്സ്. എന്താണ്? 432നെ ഫാക്ടറൈസ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതാൻ. ഓക്കെ, അതിൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് എത്ര കിട്ടും? 2 × 2 × 2 × 2 × 3 × 3 × 3 എന്ന് കിട്ടും. ഓക്കെ, ആക്ടിവിറ്റി 6 ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. 4.72 മീറ്റർ ലെങ്ത്തും 3.50 മീറ്റർ ബ്രെഡ്ത്തും. അങ്ങനെയാണെങ്കിൽ വിച്ച് among the following is not equal to the breadth of the garden? അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് breadth of the garden ഈക്വൽ അല്ലാത്തത്? ഏതാണ്? 3/5/100 ആണ്. 3/5/100 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ വയർഡ് ഫെൻസ് ഈസ് ബിൽഡ് അറൗണ്ട് ദ ഗാർഡൻ, വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ ഫെൻസ്? അപ്പോൾ എന്താണ്? ഒരു ഫെൻസ് ഗാർഡന് ചുറ്റും ചുറ്റിയാൽ അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്തിൻ്റെ ട്വൈസ് ആയിരിക്കും. അതായത് 60.44 ആയിരിക്കും അതിൻ്റെ ലെങ്ത്ത് ഓഫ് ദ ഫെൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗാർഡൻ? ഏരിയ ഓഫ് ദ ഗാർഡൻ എത്രയായിരിക്കും? ഏരിയ ആണുള്ള ഇക്വേഷൻ L/B ആണ്. അതായത് 4.72 × 3.50 ആണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് 60.52 കിട്ടും. 60.52 സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് ഏരിയ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 7.
ആക്ടിവിറ്റി 7 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ടേബിൾ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സും നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സും ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ എന്താ വരിക 14 2 × 2 × 2 × 5 എന്ന് വരും. അതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര വരും 4 × 2 = 8 എന്ന് വരും. ഈ നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് 48ൻ്റെ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് 2 × 2 × 2 × 2 × 3 എന്ന് വരും. ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര വരും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 10 എന്ന് വരും. ഹൗ മെനി ഫാക്ടേഴ്സ് വിൽ ദ പ്രോഡക്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് ഹാവ് എത്രയാണ് 4. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാവ് ദ നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ആസ് എൻ ഓഡ് നമ്പർ. ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 49. ഓക്കെ, ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 8. Then എട്ടാമത്തെ ആക്ടിവിറ്റി ദീപു ഹാസ് 2 gold coins weighing 4.34 grams and 11.52 grams. What is the total weight of the 2 gold coins? അപ്പോൾ 2 gold coinsനും ടോട്ടൽ വെയിറ്റ് എത്രയാണ് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 25.86 gram എന്ന് കിട്ടും. ഈ നെക്സ്റ്റ് അതിലത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈസ് ഓഫ് 1 gram of gold is 5,400 rupees. What will be the total cost of the 2 gold coins? അപ്പോൾ 1 ഗ്രാമിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 5400 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? അപ്പോൾ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് 25.86 കിട്ടി. അപ്പോൾ 25.86 × 5400 ചെയ്താൽ നമുക്ക് 139644 കിട്ടും. ഈ നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കാം. If the 2 gold coins are melted and made 3 rings of ഈക്വൽ വെയ്റ്റ് വാട്ട് വിൽ ബി ദ വെയ്റ്റ് ഓഫ് 1 റിങ്? അതിന് കണ്ടുപിടിക്കുക നമ്മൾ ടോട്ടലിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 25.86 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് 8.62 gram എന്ന് കിട്ടും. അപ്പോൾ 8.62 ഗ്രാമിൻ്റെ റിങ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.